ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പുതുതായിട്ട് നിർമ്മിച്ച പള്ളിയുടെ വർക്കിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇത് നമുക്ക് തിരുവനന്തപുരം വിളപ്പിശാല EMS അക്കാഡമിയുടെ ബാക്ക് സൈഡായിട്ടാണ് ഈ പള്ളി വരുന്നത്. പുതുതായിട്ട് അവർ നിർമ്മിച്ച പള്ളിയാണിത്. അപ്പോൾ ഇവിടുത്തെ വർക്കെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 2-3 ഡോർ ഉണ്ടായിരുന്നു ചെയ്യുക. അതുപോലെ തന്നെ ജനൽപ്പാളികൾ, അതുപോലെ ചെറിയൊരു അൾത്താര വർക്ക്, അങ്ങനെ ചെറിയ വർക്കാണ്. ഒരാഴ്ചത്തെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നമ്മൾ മാക്സിമം ഡേ നൈറ്റും കൂടെ ഇരുന്നാണ് തീർത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ പള്ളി ഉദ്ഘാടനം പെട്ടെന്നായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു വർക്കാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് വേഗം തീർത്ത് കൊടുത്തിട്ടുണ്ട് പള്ളിയുടെ വർക്കായിട്ട്. അപ്പം നമുക്കിപ്പോൾ ഡോറ് തടി ഉൾപ്പെടെ ഒന്നുമല്ല കിട്ടിയിട്ടുള്ളത്. അത് തടിയെല്ലാം പള്ളിക്കാരാണ് തന്നിട്ടുള്ളത്. ബാക്കി സാധനങ്ങളെല്ലാം അവരാണ് തന്നത്. നമുക്ക് പണിക്കൂലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പള്ളിക്ക് വേണ്ടി മാക്സിമം കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ പണിക്കൂലി. പള്ളിക്ക് വേണ്ടി ആയതുകൊണ്ടാണ് മാക്സിമം കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മളും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിപ്പം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ജനൽപ്പാളികളും ഈ അൾത്താര വർക്കും ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് അൾത്താരയുടെ വർക്കെന്ന് പറഞ്ഞാൽ അവർ തടിയിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തടിയിൽ എങ്ങനെ നോക്കിയാലും നമ്മൾ ചെയ്ത ഈ റൗണ്ടൊന്നും പണി തീരാനും പോകണില്ല പെട്ടെന്നൊന്നും. 2-3 ദിവസമേ ഉള്ളൂ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ് ലാമിനേഷൻ ബോർഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് അവർ സമ്മതിച്ച്. എല്ലാവരും നല്ല സഹകരണ ആൾക്കാരാണ്. പള്ളിയിലുള്ള എല്ലാവരും ഭയങ്കര സഹകരണമാണ്. അടുത്തുള്ളവരായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് വയ്ക്കുന്ന പള്ളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സഹകരണമാണ്. അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും നല്ല സഹകരണ ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് അൾത്താര വർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിപ്പോൾ ഒരു 4 ഷീറ്റ് എന്തോ എടുത്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതിൽ വേറെ ഒന്നുമില്ല. ഇതുപോലെ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് താഴെ കൊടുത്തിട്ടുള്ള അതുപോലെ തന്നെ മുകളിലും അങ്ങനെ തന്നെ ചെയ്യാൻ വേണം. താഴെ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുകളിലും. അതാണ് അൾത്താരയുടെ വർക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് മുകളിലത്തെ ആ ഒരു പള്ളിയുടെ ഏറ്റവും ടോപ്പിൽ 2 ജനൽപ്പാളി ചെയ്യാനുണ്ടായിരുന്നു. അതും ഈ സിമൻറ്റിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് പണി തീരില്ല. സിമൻറ്റിൻ്റെ ജനൽപ്പാളി ചെയ്ത് നമ്മൾ കുറേ പ്രാവശ്യം ഇളക്കണം, വയ്ക്കണം, അങ്ങനെ ഒരു ഇതാണ് സിമൻറ്റിൻ്റെ. അപ്പോൾ തടിയാണെങ്കിൽ ആ പാളി ചെയ്തുകൊണ്ട് അപ്പോഴേ തന്നെ റെഡിയാക്കി അങ്ങ് വിടാൻ പറ്റും. സിമൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമൻറ്റിൽ ഒരു കാരണവശാലും ഉള്ളിയിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് പാളി ഇളക്കി തന്നെ വീണ്ടും അത് ചീവി കളയണം, അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ സിമൻറ്റിൻ്റെ നമ്മൾ ഏറ്റെടുക്കാത്തതാണ്. ഇത് പള്ളിയിലെ ഇതിനായതുകൊണ്ടാണ് മാത്രമാണ് ഏറ്റത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഇവിടെ ജനൽപ്പാളി ചെയ്യേണ്ട ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഫിക്സ്ഡ് ഗ്ലാസ് ആക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ ഗ്ലാസ് തന്നെ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ EMS അക്കാഡമിയുടെ ബാക്ക് സൈഡാണ് ഈ പള്ളി വരുന്നത്. അപ്പോൾ ആ കാണുന്ന റബ്ബർ വള അങ്ങോട്ടല്ല EMS അക്കാഡമിയിലാണ്. അപ്പോൾ നമുക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. നല്ല കിടിലം സ്ഥലമാണ്. പോയിട്ടുള്ളവർക്കറിയാം, നല്ല അടിപൊളി സ്ഥലമാണ്. അവിടെ കാണാനും നല്ല സെറ്റപ്പാണ് അവിടെ. അപ്പം ഇതാണ് ഇതിൻ്റെ വർക്ക്. പള്ളിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചെറിയ വർക്കാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അത് നമ്മൾ മാക്സിമം പള്ളിക്ക് വേണ്ടി മാക്സിമം നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത കുരിശ് ചെയ്തിട്ട് പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല അത് പോളിഷ് ചെയ്തിട്ട് അങ്ങനെ തന്നെ കിടക്കും. നല്ല പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വർക്ക് പള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്.